കുഞ്ഞിപ്പെണ്ണില്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ ടിൻഡുവിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ, അനേകം വലിച്ചു. ഓക്കെ, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കുറേ പേരുടെ ഒരു വിഷമത്തിന്റെ റിപ്ലൈ ആണേ. ഇന്ന് ഞാൻ എന്റെ 100K തികഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറെ പേര് കമന്റ് ചെയ്തിരുന്നു ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. സത്യമായിട്ടും ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. വീഡിയോ ഇട്ടതിന് ശേഷം അതങ്ങ് പോട്ടെ, ഓടട്ടെ, അത് പൊക്കോളുമല്ലോ. കാണാൻ എന്റെ ഉദ്ദേശം എന്തുവാ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയണം, ഞങ്ങളുടെ വീഡിയോസ് വേണം. അപ്പൊ അവർ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ ഇട്ടിട്ട് അങ്ങ് പോവാണ്. ആദ്യം ഞാൻ കുത്തിയിരുന്ന് കമന്റുകൾ നോക്കാൻ സമയം കണ്ടുപിടിക്കരുത്. ഈവൻ ഞാൻ വെളുപ്പിനെ 1 മണി വരെ ഇരുന്ന് കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കമന്റ് നോക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഈ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ തോന്നില്ല. ഞാൻ അങ്ങനെ തീരുമാനിച്ചൊരു സമയമുണ്ട്. പക്ഷെ എന്റെ നന്ദപ്പനാണ് എന്നെ വീണ്ടും കൺവിൻസ് ചെയ്തത്. അമ്മ, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നതിന് കരുതിയിട്ട് നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വേദനിപ്പിക്കണ്ടമ്മ എന്ന് നന്ദപ്പൻ പറഞ്ഞ ഒരു വാക്കിന്മേലാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. കാര്യം കമന്റുകൾ കണ്ടുപോയാൽ നമുക്ക് വിഷമം വരുന്ന രീതിയിൽ മനസാക്ഷി ഇല്ലാതെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതി പോലെയാണ് എല്ലാവരുടെയും ചിന്താഗതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാവാം ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ അങ്ങനെ വന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും പറയാം അതൊന്നും നോക്കലേ ചേച്ചി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നോക്കലേ മോളെ എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വികാരവും വിചാരവും വേദനയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും. അപ്പൊ ഞാൻ തീരുമാനിച്ചു കമന്റ് നോക്കാണ്ടിരുന്നാൽ പോരെ. അതുകൊണ്ട് ഞാനിപ്പോ കമന്റ് നോക്കാറില്ല. അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നിലും ഞാൻ കമന്റ് നോക്കാറില്ല. പിന്നെ ആരും വിചാരിക്കുന്നത് അഹങ്കാരം കൊണ്ടാണെന്ന്. ഇതിലൊക്കെ ഉപരി നോക്കാറില്ല എന്നുള്ള റീസൺ ഇതാണ്. അതിലൊക്കെ ഉപരി എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. കാര്യം രാവിലെ 4-5 മണിക്ക് ഉറക്കമണിച്ച് കുടുംബത്തിലെ മുഴുവൻ കാര്യം നന്ദപ്പന് 7-7:30 ആകുമ്പോൾ നന്ദപ്പന് പോകണം. ചേട്ടൻ ജോലിക്ക് പോകുന്നത് 7:30-ക്ക് ചേട്ടൻ പോകും. പിന്നെ കുഞ്ഞമ്മയെ കൊണ്ടുവന്ന് അംഗൻവാടിയിലാക്കണം. അറിയാലോ, അവള് കുഞ്ഞിപ്പെണ്ണൊന്നും തനിയെ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. പിന്നെ ശോഭനാമ്മയുടെ പുറകെ ഒരാള് മെനക്കെട്ട് നടക്കണം. ഇപ്പൊ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരും കൂടി ഉണ്ട്. അവരെന്നോട് ചോദിച്ചു തുടങ്ങി ഇതെങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അമ്മയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. കാര്യം അത്രയാണ്. നമ്മൾ ഒരിടത്ത് പോയിരിക്കാൻ പറയാം, ഇവിടെ ആണെങ്കിൽ തറ മുഴുവൻ ആണി അതും ഇതൊക്കെ കിടക്കുവാണേ. അമ്മയോട് ഇങ്ങോട്ട് വരലേ ചവിട്ടു എന്ന് പറഞ്ഞാൽ ജോലിക്കാരി തന്നെ അമ്മയോട് കുറേ തവണ പറഞ്ഞു, ജോലിക്കാർ പറഞ്ഞാൽ ഒട്ടും കേൾക്കൂല. അപ്പൊ ഞാൻ പിടിച്ചവിടെ കൊണ്ടിരുത്തും, വീണ്ടും തിരിച്ചു വരും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് വയ്യായികയുണ്ട്. അപ്പോ എല്ലാം കൂടെ പറ്റുന്നില്ല. പിന്നെ വീട്ടിലെ കാര്യം നോക്കണം, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, പിന്നെ ലക്കടിക്ക് മക്കളുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ തുടങ്ങി ഒരു ദിവസം നീണ്ട ഇതിനെ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, തുണികളൊക്കെ ഞാൻ തന്നെയാണ് കഴുകുന്നത്. അങ്ങനെ കുറെ ജോലികളുടെ തിരക്കിന്റെ ഇടയിൽ നിന്ന് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണില്ല, സമയം കിട്ടണില്ല. ആരും വിഷമിക്കരുത്, ആര് വേദനിക്കരുത്. ഞാൻ കമന്റിന് റിപ്ലൈ തരുന്നില്ല എന്ന് എഴുതിയിട്ട് ഞാൻ കാണാഞ്ഞിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് കമന്റുകൾ ഇട്ടോ. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും നോക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കും. അപ്പൊ തന്നെ എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു റീലിട്ട് ഒരു 1 ഹവറിനുള്ളിൽ 200-300 കമന്റ് അതിന് ആവണുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ എല്ലാവർക്കും റിപ്ലൈ തരുന്നത്? പിണക്കം ഉണ്ടാവരുത് കേട്ടോ, പിണങ്ങരുതേ. മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിണക്കുണ്ടാവരുത്. എനിക്ക് ആരും പിണങ്ങുന്ന ഇഷ്ടമല്ല. ഞാൻ ആരോടും പിണങ്ങാറില്ല. എന്നോടും ആരും പിണങ്ങരുത്. ഞാനും ചേട്ടനും വഴക്കൂടുന്നത് അതിനാണ്. ഞാൻ ഇച്ചിരി മനസാക്ഷി കൂടുതലായി പോയി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ചേട്ടന്റെ മുഴുവൻ വഴക്കം കേൾക്കുന്നത്. ഇവൻ എന്റെ നന്ദപ്പൻ പോലും ഇന്നലെ അതിന്റെ വിലക്ക് എന്തിനാ അമ്മ ഇങ്ങനെ ഓവർ മനസാക്ഷിയൊക്കെ കാണിക്കുന്നത്, അതുകൊണ്ടിട്ട് വീട്ടിലാണെങ്കിലും വഴക്കല്ലേ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു തുടങ്ങി എന്റെ പിള്ളേര് പോലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആരും പിണങ്ങുന്നത് ഇഷ്ടമല്ല. പിണങ്ങരുത് കേട്ടോ, ആരും വിഷമം വിചാരിക്കരുത്. കാണാൻ ശ്രമിക്കാം ഇനിയും. ഓക്കെ.